ഹായ് ഹലോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അധികം അങ്ങനെ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. എന്നാൽ പോലും നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ബൈറ്റുകളായിട്ട് ഓരോരുത്തർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ എൻ്റെ ചെറിയ ചെറിയ ബൈറ്റുകൾ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. അതിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നെവിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അന്ന് ഒരു ദിവസം പുള്ളി വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അവിടെ ബിഗ് ബോസിൽ കുറേ അതായത് കിച്ചൺ ടീം അല്ലെങ്കിൽ വെസൽ ടീം അല്ലെങ്കിൽ ക്ലീനിങ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ടീമുകളാക്കാറുണ്ട്. അതിനകത്ത് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ഉദ്ദേശിക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക, എല്ലാവരെയും ഒന്ന്, അതായത് ഓരോരോ ജോലി ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഭാഗിച്ച് കൊടുക്കുന്നത് പോലെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് പുള്ളി. അപ്പോൾ പുള്ളീനോട് അങ്ങനെ പാത്രം കഴുകി വെക്കാൻ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. ഞാനത് ഇവിടെ പ്ലേ ചെയ്യാം. കേൾക്കാമോ? അതായത് പാത്രം കഴുകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ അമ്മയോ കുഞ്ഞമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയോ ഒന്നും അല്ല എന്നെ ഇവിടെ ഹയർ ചെയ്തിരിക്കുന്ന അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ജസ്റ്റ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അമ്മയും കുഞ്ഞമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചിമാരും ഒക്കെ അത്ര മോശപ്പെട്ട ആളുകളാണോ? സ്വന്തം വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി വെക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുഞ്ഞുങ്ങളെ കാര്യം നോക്കുക, കുക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണോ? പുള്ളി അതായത് ആറ്റിറ്റ്യൂഡും ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെല്ലാവരും, അതായത് അമ്മയും കുഞ്ഞമ്മയും ഈ വീട്ടിലെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്തോ മറ്റ് മോശപ്പെട്ട പണികൾ ചെയ്യുന്ന പോലെയുള്ളൊരു ലാഘവത്തോടെയാണ് പുള്ളി സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു നീരസം തോന്നി, പുള്ളി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നി. പക്ഷേ ഗെയിമാണ്. പുള്ളിയുടെ സ്റ്റാൻഡ് എടുത്തു, പുള്ളി സംസാരിച്ചു. പുള്ളിക്ക് സ്ത്രീകളോട് അത്രയേ ഉണ്ടാവുള്ളൂ റെസ്പെക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നി. ഞാനത് വിട്ടു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഒരു വീഡിയോ, അതായത് ഇവർ ഒരു ഇത് കൊടുത്തു. അതായത് ബിഗ് ബോസ് ഒരു അമ്മേനെ പറ്റി, മീൻസ് അവർ ഒരു ചീട്ടിനകത്ത് അമ്മ അച്ഛൻ കുടുംബം ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത്ര ടൈം കൊണ്ട് അവർക്ക് ഇങ്ങനെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് കൊടുത്ത സമയത്ത് പുള്ളി അമ്മയുടെ ഒരു അതായത് പേരെടുത്തപ്പോൾ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതും കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ എനിക്ക് തോന്നി. ഗെയിം വിജയിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ, അതായത് ഇപ്പം എന്നെപ്പോലെ വീട്ടിലുള്ള ഹൗസ് വൈഫായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരെ പോലെ കുഞ്ഞമ്മമാരെ പോലെയുള്ള ആളുകൾക്ക് തോന്നിയ നീരസം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണോ പുള്ളി ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അതും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒന്ന് കല്യാണം കഴിച്ച ഒരു ആണിന്റെ കീഴിൽ എന്നും അടിമയായിട്ട് ചോറും കറിയും വെച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം. എന്നിട്ട് വേണം യു തിങ്ക് അബൌട്ട് എ മാരേജ്. ഞാൻ എല്ലാ സ്ത്രീകളും ഞാൻ ബഹുമാനിക്കും. ഈവൻ എന്റെ സിസ്റ്റർ ഒരു സാഹചര്യത്തിൽ അവർ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മദർ കഷ്ടപ്പെട്ടതുപോലെ അവരും ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. പ്ലസ് എന്റെ മദറിന് പുറത്തേക്ക് എല്ലാ സ്ത്രീകളെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് പുള്ളി ഈ സെഗ്മെൻറ്റ് സംസാരിച്ചിട്ടുള്ളത്. എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, സ്വന്തമായിട്ട് കാശുണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ. ഈ പറഞ്ഞ ആൾ 2 ദിവസം മുമ്പേ എന്താ പറഞ്ഞത്? ഞാൻ അമ്മയല്ല കുഞ്ഞമ്മയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല. എന്താണ് ഇഷ്ടം? ഗെയിം വിജയിക്കണമെന്നും അതിനകത്തുനിന്ന് കുറേ ദിവസം ബിഗ് ബോസിൽ നിൽക്കണമെന്നും അപ്പോൾ അതിന് ജനങ്ങളുടെ വോട്ട് വേണമെന്നുള്ളതും, ബിഗ് ബോസ് എത്ര സാലറിയാണോ തരുന്നത് അപ്പം ഓരോ ആഴ്ചകളിൽ ഇത്ര സാലറി ഇൻക്രീസ് ആവും, 2 ആഴ്ച നിൽക്കുമ്പോൾ ഇത്ര പൈസ, 5 ആഴ്ച നിൽക്കുമ്പോൾ ഇത്ര പൈസ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് കാശ് കിട്ടണം എന്നുള്ളതും ഗെയിം മാത്രമാണ്, ഗെയിമിൻ്റെ രീതിയിൽ മാത്രമാണ് പുള്ളി സംസാരിച്ചത്. അല്ലാതെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഡബിൾ സ്റ്റാൻഡ് പോലെ എനിക്ക് തോന്നി പുള്ളിൻ്റെ സംസാരം. ടാറ്റാ.